സുഗന്ധവിളയായ നമ്മുടെ ഈ കുരുമുളകിൻ്റെ പരിപാലനം കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനുണ്ടാകുന്ന രോഗകീട പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിനുണ്ടാകുന്ന പൊതുവായ രോഗങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ വിജീഷ് വിശ്വംഭരൻ, അഗ്രി എക്സ്പെർട്ട്, അപ്ടെക് ലിമിറ്റഡ്. ക്വിക്ക് വിൽറ്റ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്, അഥവാ ദ്രുതവാട്ടം. ഈ ദ്രുതവാട്ടം എന്ന് പറയുന്നത് ഒരു കുമിൾ രോഗമാണ്. ഫൈറ്റോത്തോറ കാപ്സിസി എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് ഇതിന് രോഗകാരിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ദ്രുതവാട്ടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുരുമുളക് പൂർണ്ണമായും, ആ ചെടി പൂർണ്ണമായും നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം സ്ലോ വിൽറ്റ് എന്ന് പറയുന്നൊരു രോഗം. സ്ലോ വിൽറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സാവധാന വാട്ടമാണ്. ഈ സാവധാന വാട്ടം ഉണ്ടാകുന്നത് അതിൻ്റെ വേരുപടലങ്ങൾക്ക് അതിനുള്ള പ്രവർത്തന ശക്തി കുറയുകയാണ്. വേരുപടലങ്ങളെ നിമാവിരകൾ ആക്രമിക്കുന്നതിൻ്റെ ഫലമായി ശക്തി കുറയുകയും അതുവഴി സ്ലോ വിൽറ്റ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു, അഥവാ സാവധാന വാട്ടം എന്ന രൂപത്തിലേക്ക് മാറുന്നു. ഇത് ക്രമേണ ക്വിക്ക് വിൽറ്റിലേക്ക് വഴിമാറുകയാണ് ചെയ്യുന്നത്. ഇത് കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള രണ്ട് പ്രശ്നങ്ങളാണ്. ഇത് നമുക്ക് അഡ്രസ്സ് ചെയ്യണം. ഇതിന് പരിഹാരം എന്ന നിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ജീവാണുക്കളുണ്ട്. ഈ ജീവാണുക്കൾ നമ്മുടെ കൃഷിയിടത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുരുമുളക് ചെടി സുരക്ഷിതമാകും. ആ നിലയ്ക്കുള്ള നല്ല ഒരു ജീവാണു ഉൽപ്പന്നമാണ് അപ്ടെക് നൽകുന്നു ബയോ ഓർഗാനിക് പെപ്പർ സ്പെഷ്യൽ, അഥവാ കുരുമുളക് സ്പെഷ്യൽ. ഇത് നല്ലൊരു ജീവാണു വളമാണ്. ഇതാണ് അപ്ടെക് ബയോ ഓർഗാനിക് പെപ്പർ സ്പെഷ്യൽ കിറ്റ്, അഥവാ കുരുമുളകിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിരിക്കുന്ന ജീവാണുവിൻ്റെ കിറ്റ്. ഇതെങ്ങനെയാണ് നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നത്? നമ്മൾ കണ്ടു കഴിഞ്ഞു, കുരുമുളകിനുണ്ടാകുന്ന പ്രധാന രോഗമാണ് ക്വിക്ക് വിൽറ്റ് അഥവാ ദ്രുതവാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ദ്രുതവാട്ടത്തെ ചെറുക്കുവാനുള്ള ജീവാണുക്കൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ദ്രുതവാട്ടത്തോടൊപ്പം തന്നെ കുരുമുളകിനുള്ള മറ്റൊരു പ്രശ്നമാണ് സ്ലോ വിൽറ്റ് അഥവാ സാവധാന വാട്ടം. അത് നിമാവിരയുടെ പ്രശ്നം മൂലമാണ്, നിമാവിരയുടെ സാന്നിധ്യം മൂലമാണ് വേരുകൾക്ക് ആ പ്രശ്നം വരുന്നത്. അപ്പോൾ നിമാവിരയെ നിയന്ത്രിക്കുവാനുള്ള ജീവാണു ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേരുകളുടെ വളർച്ച, നല്ല കായിക വളർച്ച വേണം, മണ്ണിൽ നിന്ന് പോഷകങ്ങൾ എടുക്കുവാനുള്ള ശേഷി വേരുകൾക്ക് ഉണ്ടാകണം. അതിന് സഹായിക്കുന്ന ജീവാണു ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും ഉൽപ്പാദന മികവിനും ഏറെ സഹായിക്കുന്ന NPK ജീവാണുക്കൾ, അവയും നമ്മുടെ ഈ കിറ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും രോഗകീട പ്രശ്നങ്ങൾക്കും വളപ്രയോഗത്തിനുമൊക്കെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു നല്ല ഒരു ഉൽപ്പന്നമാണ് ബയോ ഓർഗാനിക് പെപ്പർ സ്പെഷ്യൽ, അഥവാ കുരുമുളക് സ്പെഷ്യൽ എന്ന് പറയുന്ന ജീവാണുവളം. അതിൻ്റെ ബയോ കിറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ബയോ കിറ്റ് എങ്ങനെയാണ് നമ്മുടെ കൃഷിയിടത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത്? ഈ ബയോ കിറ്റ് നേരിട്ട് അപ്ലൈ ചെയ്യാൻ, മണ്ണിലേക്ക് പ്രയോഗിക്കാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ജൈവ വളങ്ങളോടൊപ്പം ചേർത്ത് ഈ ബയോ കിറ്റ് പൊട്ടിച്ച്, ഇതിനകത്തുള്ള ജീവാണുവിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ആ ജൈവ വളവുമായി യോജിപ്പിച്ച് നമ്മുടെ കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ കൊടുക്കണം. അപ്പോൾ ഒരു സംശയം തോന്നാം, കുരുമുളക് ചെടികൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ നേഴ്സറി പ്രായത്തിലുള്ള ചെടികൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നും, നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ കൊടുക്കാൻ പറ്റില്ലേ? തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയം മുതൽ തന്നെ ഈ ബയോ ഓർഗാനിക് പെപ്പർ സ്പെഷ്യൽ അവിടെ എത്തിക്കണം. അപ്പോൾ ബയോ ഓർഗാനിക് പെപ്പർ സ്പെഷ്യൽ തൈകളുടെ ഉൽപ്പാദനം അതിൻ്റെ പോട്ടിംഗ് മിക്സിനകത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നത് നല്ല കരുത്തോടു കൂടി തൈകൾ വളർന്നു കയറാൻ സഹായിക്കും. പിന്നെ ഓരോ വളർച്ചാ ഘട്ടത്തിലും നമ്മൾ തൈകൾ പറിച്ച് നടുക എന്ന് പറഞ്ഞ തൈകൾ എടുത്ത് കൂടെ തൈകൾ നമ്മുടെ കൃഷിയിടത്തിൽ നടുകയാണ്. ആ നടുന്ന സമയത്ത് അവിടെയും ബയോ ഓർഗാനിക് പെപ്പർ സ്പെഷ്യൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ജീവാണു വളം കൊടുക്കാം. അങ്ങനെ അതിൻ്റെ ഓരോ വളർച്ചാ ഘട്ടത്തിലും വർഷത്തിൽ 2 തവണ, മെയ്, ജൂൺ ആൻഡ് സെപ്റ്റംബർ, ഒക്ടോബർ, ഏകദേശം കാലാവസ്ഥ പ്രത്യേകിച്ച് മഴയോടനുബന്ധിച്ച് മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ സീസണിൽ ജീവാണു വളം, പ്രത്യേകിച്ചും ബയോ ഓർഗാനിക് പെപ്പർ സ്പെഷ്യൽ കുരുമുളകിന് വേണ്ടി മാത്രം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ജീവാണു വളം കൃഷിയിടത്തിൽ കൊടുക്കണം. അപ്ടെക് ബയോ ഓർഗാനിക് ജൈവവളം തണലിൽ നന്നായി നിരത്തിയിടുക. അപ്ടെക് ബയോ ഓർഗാനിക് കുരുമുളക് സ്പെഷ്യൽ പാക്കറ്റിനുള്ളിലെ ജീവാണുക്കളെ ഈ വളത്തിന് മുകളിലേക്ക് പൂർണ്ണമായും ചേർത്ത് കൊടുക്കുക.
വളവും സ്പെഷ്യൽ കിറ്റിലെ മിശ്രിതവും തമ്മിൽ നന്നായി യോജിക്കുന്നത് വരെ ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം തയ്യാറാക്കിയ അപ്ടെക് ബയോ ഓർഗാനിക് കുരുമുളക് സ്പെഷ്യൽ ജൈവവളം മിശ്രിതം കുരുമുളക് ചെടിയുടെ തടത്തിനു ചുറ്റുമായിട്ട് തടം നന്നായി നനച്ചു പുതയിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെയാണ് ഈ ജീവാണുവളം ബയോ ഓർഗാനിക് പെപ്പർ സ്പെഷ്യൽ എന്ന് പറയുന്ന ഈ ജീവാണുവളം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഏത് അനുപാതത്തിൽ കൊടുക്കണം അത് നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു ചിന്തയാണ്. ഇത് തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ തൈകൾ അതിനകത്ത് പോട്ടി മിശ്രിതത്തിനകത്ത് അല്പാൽപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ആ തൈകൾ നമ്മൾ കൃഷിയിടത്തിലേക്ക് മാറ്റി നടുമ്പോൾ 1/2 കിലോ തടം 1 എന്ന അനുപാതത്തിൽ കൊടുക്കണം. പിന്നെ അതിൻ്റെ ഓരോ വളർച്ചാ ഘട്ടവും പിന്നിട്ട് പോകുമ്പോൾ 1/2 കിലോ മുതൽ 2 കിലോഗ്രാം വരെ ജീവാണുവളം, പ്രത്യേകിച്ച് ബയോ ഓർഗാനിക് പെപ്പർ സ്പെഷ്യൽ എന്ന് പറയുന്ന കുരുമുളക് ജീവാണുവളം നമ്മളവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.